ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാര്യം കുറേ യൂട്യൂബേഴ്സ് ഞാനിങ്ങനെ യൂട്യൂബിൽ ഓൺലൈൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുമല്ലോ ആരൊക്കെ ഏതൊക്കെ വീഡിയോസൊക്കെ ഇടുന്നു എന്നുള്ളതൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് കാണുന്നു യൂട്യൂബേഴ്സ് തമ്മിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നു. ഒരു വിവരവും ബോധവും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രവണത ഞാനിപ്പം 2-3 ദിവസമായിട്ട് കാണുന്നു. പ്രമുഖ യൂട്യൂബേഴ്സ് തമ്മിലാണ്. എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കണ്ടസ്റ്റന്റ് ഒരാൾ പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല, മറ്റേയാൾ പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവർ പരസ്പരം യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചീത്ത പറയുന്ന മീൻസ് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് തമ്പനയിലിടുന്നു എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അതിനകത്തുള്ള ഒരു ലോജിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇനി ഇവർ കുറച്ചും കൂടി കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകാനാണോ അതോ ഇവർ തന്നെ അകത്തെ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റിനെ പോലെ ഇവർക്കും ഇവരുടെയും ക്യാരക്ടേഴ്സ് എക്സ്പോസ്ഡ് ആവുകയാണോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നി കേട്ടോ. ഞാനിപ്പോൾ പ്രമുഖരായ കുറേ യൂട്യൂബേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പേടിച്ചിട്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് സംസാരിക്കുന്നത്. പേടിച്ചിട്ടൊന്നുമല്ല, പേടിക്കേണ്ട ഒരു ആവശ്യകത എനിക്കില്ല. ഞാൻ അവരുടെ ചിലവരല്ല ജീവിക്കുന്നത്. അപ്പോൾ ചില യൂട്യൂബേഴ്സ് കുറേ വർഷമായിട്ട് ഇപ്പോൾ ഒരു 7ാമത്തെ സീസൺ, അതായത് 1ാമത്തെ സീസൺ തൊട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ ചില യൂട്യൂബേഴ്സ് എപ്പിസോഡ് കണ്ടിട്ടോ അതിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ലൈവ് കണ്ടിട്ടോ ഒക്കെയാണ് ഇത് പറയുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വല്ലവരും വിളിച്ചു പറഞ്ഞതോ വല്ലവരും കുറച്ച് ക്ലിപ്പിംഗ്സ് അയക്കുന്നതോ ഒക്കെ കിട്ടിയിട്ടാണ് യൂട്യൂബ് റിവ്യൂ പറയുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലതവണ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പലതവണയും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താണ് നമ്മളിപ്പോൾ ലൈവിൽ കണ്ട കാര്യങ്ങളല്ലല്ലോ ഇവർ പറയുന്നത്. പിന്നെ അതിനെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഒപ്പീനിയൻസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ടാവാം മേ ബി അങ്ങനെ സംസാരിക്കുന്നത് എന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഒരുപാട് റിവ്യൂ പറയുന്ന ആൾക്കാർ, ഒരുപാട് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് അവർക്ക് അഹങ്കാരമാണ്. ഞങ്ങൾ എന്തിട്ടാലും ഞങ്ങൾ എന്ത് കൂറ ഇട്ടാലും ആൾക്കാർ കാണും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. നമ്മൾ എന്ത് കൂറ വർത്താനം പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് മാനിപ്പുലേഷൻ സ്റ്റോറി ഇറക്കിയാലും കാണാൻ കുറച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ഒന്നും അറിയാത്ത ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വിഡ്ഢികളാക്കാം, മരമണ്ടന്മാരാണ് ഇവർ എന്ന് ചിന്തിക്കുന്ന കുറേ വലിയ യൂട്യൂബേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ്, ഒരുപാട് സപ്പോർട്ട് കൂടുതലുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ മാനിപ്പുലേഷൻ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഈ എന്താ പറയണേ നമ്മൾ ചെറിയ കാര്യങ്ങൾ അതിനെ വേറൊരു രീതിയിലേക്ക് തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വളച്ചൊടിച്ച് വലിയ തരത്തിലേക്ക് ആക്കുകയും പിന്നെ ഡീഗ്രേഡ് ചില കണ്ടസ്റ്റന്റ് ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും അതിനകത്ത് പോയിരിക്കുന്നത് ഓരോരുത്തരുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് ഫെയിം ആവാനും എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു ആഗ്രഹങ്ങളുടെ നിവർത്തിക്കായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം പലതരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അവരുടെ ക്യാരക്ടർ നമ്മൾ ഒരാൾ കൊള്ളില്ലെങ്കിൽ ഒരാൾ നെഗറ്റീവ് കാണിച്ചാൽ ആ നെഗറ്റീവ് നമുക്ക് തുറന്നു പറയും. പക്ഷെ അവരെ വേറൊരു രീതിയിൽ അവരെ ഡീഗ്രേഡ് ചെയ്ത് അവരെ അങ്ങ് വളരെ മോശക്കാരാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം നെവിൻ ഒരു തെറ്റ് ചെയ്താൽ നെവിനെ ഞാൻ തീർച്ചയായിട്ടും നെവിൻ ചെയ്തത് മോശമാണ്, വെറും തെണ്ടിത്തരമാണ് എന്ന് പറയാനുള്ള ഗട്ട്സ് എനിക്കുണ്ട്. ചെറ്റത്തരമാണ് നെവിൻ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനുള്ളതാണ്. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ വിശക്കുന്നവർ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അത് സാധാരണമാണ്. ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ വലിയ തോൽവിയാണ്, അവർ വലിയ പരാജയമാണ് ആ 3 പേരും എന്നുള്ളത് ഞാൻ തീർത്തും പറയും. പിന്നെ ഇപ്പുറത്ത് അനിമോള് തെറ്റ് ചെയ്താലോ ഷാനവാസൊക്കെ തെറ്റ് ചെയ്താലോ ഞാൻ അതും പറയും. കാരണം ഷാനവാസിക്ക് സംബന്ധിച്ചുള്ള ഷാനവാസിക ആദ്യം തന്നെ ചെന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുക ഇത് പാത്രത്തിനൊരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കാനായിട്ട് 100 എടുത്ത സമയത്താണ് ഈ വീണ്ടും ഒരു പ്രശ്നം വന്നത്. അപ്പം പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ ആ പാല് പിന്നെ പാല് താ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല കുടിക്കാനുള്ള പാലല്ല എന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത് പിടിച്ചു വാങ്ങാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്. അത് ശ്രമിക്കേണ്ടായിരുന്നു എന്ന് നമുക്കും തോന്നിയത് വേണ്ട, ശ്രമിക്കേണ്ടായിരുന്നു. പക്ഷേ അവരെടുത്തു മാറ്റുമ്പോൾ പിന്നെ നമുക്ക് അവിടെ എന്താണ് പരിഹാരം? എടുത്തു മാറ്റുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ പോയി പറയാം ഞങ്ങൾക്ക് പാല് തരുന്നില്ല. ബിഗ് ബോസ് ഇപ്പൊ എല്ലാത്തിനും അങ്ങ് സൊല്യൂഷൻസ് ഒന്നും പറയാൻ പോണില്ല. പുള്ളി അവിടെ കേട്ടോണ്ട് അനങ്ങാതിരിക്കത്തുള്ളൂ. ഇവര് തമ്മിൽ അടിക്കട്ടെ. കാരണം അത്ര TRP അവർക്ക് കൂടുമല്ല. അവര് തമ്മിൽ അടിക്കുന്ന കാണാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിക്കാൻ ശ്രമിച്ചു. 2 കവറ് പാലും പിന്നെ തൈരും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. വാങ്ങിക്കാതെ കൊടുക്കാതിരുന്നാൽ മതി. അവിടെ ഷാനവാസിക്കയാണ് അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് അല്ലെങ്കിൽ തള്ളുന്നതോ പിടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെയാണ് എല്ലാവരോടും ചെല്ലുന്നത്. ഇത് പിന്നെ നെവിനെ സംബന്ധിച്ചോളം നെവിൻ ആ പാല് തെറിപ്പിക്കുകയും അതുപോലെ പാല് കവർ പാലോട് കൂടി അല്ലെങ്കിൽ തൈരോട് കൂടി എടുത്ത് എറിയുമാണ് ചെയ്തത്. അപ്പം നെഞ്ചത്ത് ചെന്നുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ശുദ്ധ തെണ്ടിത്തരമാണെന്നേ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ
തന്നെ തലേന്ന് അനിമോള് ഉറങ്ങിയിട്ടില്ല. അനിമോളെ സംബന്ധിച്ചോളം ഈ പീരിയഡ്സിന്റെ ഡേ മുമ്പ് തന്നെ നമുക്കറിയാം, നമ്മളെല്ലാം സ്ത്രീകളാണ്. ഇപ്പൊ പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വരുന്നത് തലവേദനയാണ് കേട്ടോ. എനിക്ക് ഇപ്പൊ ഈ സമയത്ത് എനിക്ക് തലവേദന വരും. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പീരിയഡ്സ് വരിക. അപ്പോൾ നമുക്ക് ഈ 28 ദിവസമാണല്ലോ നമ്മുടെ ഒരു സർക്കിൾ. 28 ദിവസം കറക്റ്റത്തിൽ പീരിയഡ്സ് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് 26 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ് വരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ആ കുട്ടി അവിടെ കിടന്നത്. അപ്പോൾ അവൾ കിടന്ന സമയത്ത് വന്ന് ആരും പറയുന്നുണ്ട്, മാന്യമായിട്ട് പറയുന്നുണ്ട്, കറക്റ്റാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഉറങ്ങുന്നില്ല ആര്യ. ഷാനവാസൊക്കെ സംസാരിക്കുന്നുണ്ട്, ഷാനുക്ക് അവിടെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാബുമാൻ എന്ന് പറയുന്ന നമ്മുടെ മസിൽമാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സാബുമാനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ കാണുന്ന ഒരു പ്രതിമ പോലുള്ള സാബുമാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാബുമാൻ അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും നിൽക്കുന്ന സാബുമാൻ അവിടെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മൂഡ് സ്വിംഗ് ടൈമാണ്, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്നത്തെ കാര്യം ഈ സമയത്ത് തണുപ്പ് പറ്റില്ല. അനിമോൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് തണുപ്പ് സഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്ന് തോന്നുന്നു എ സിയിലൊക്കെ. കാരണം എ സിയിലൊക്കെ കിടക്കുമ്പോഴും തലയിൽ കൂടെ ഒക്കെ ഈ മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ തണുപ്പ്, പ്രത്യേകിച്ച് പീരിയഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് കുറച്ച് തണുപ്പ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് തണുപ്പടിക്കുമ്പോൾ പെയിൻ കൂടും. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് ഈ എ സി അടിക്കുമ്പോൾ ഭയങ്കര പെയിൻ കൂടും, തലവേദന കൂടും. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടന്നപ്പോൾ ആ വെള്ളം ഒരു കപ്പിനകത്ത് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? അപ്പോൾ നീ ഒഴിക്കരുത്, ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് ഒരുമാതിരിയില്ല ത്രട്ടൺ ചെയ്യണം. നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ വെള്ളം ഒഴിക്കാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തത്? അപ്പോൾ അവൻ ചെയ്തത് അത് തന്നെ ചെയ്തെത്തേണ്ടി തരുമല്ലേ. അതിനുശേഷം അവൾ തിരിച്ച് ഇപ്പം അതാ ഞാൻ പറഞ്ഞ മൂഡ്സി നമുക്ക് ദേഷ്യം വരും. അപ്പോൾ തിരിച്ച് നമ്മൾ ആ ഒരു റിഫ്ലക്ട് റിയാക്ഷനിൽ അവൾ പോയിട്ട് പിന്നെ ആ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അവൻ്റെ തലയിലോട്ട് വെള്ളം ഒഴിച്ചു. അത് കറക്റ്റ് തന്നെയാണ്, നമ്മളത് ലൈവിൽ കണ്ട കാര്യമാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ശരി, നീ എന്തിനാ ഒഴിച്ചത്? തിരിച്ച് ആ കപ്പിലെ വെള്ളം തിരിച്ച് ബാക്കി ഉണ്ടായിരുന്ന വെള്ളം വീണ്ടും അവളുടെ ദേഹത്തേക്ക് ഒഴിച്ച് അതവിടെ കഴിഞ്ഞു. അപ്പോൾ അവൻ ഓടിപ്പോയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് എന്തിനാണ് അവളുടെ ബെഡിൽ കൊണ്ടൊഴിച്ചത്? അതിന് പറയുന്നത് എന്താണ്? അതിനെന്ത് ന്യായീകരണമാണ് നിങ്ങളൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ന്യായീകരണം. നമ്മൾക്കിപ്പോൾ അനിമോളെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടോ അനീഷേട്ടനെ ഇഷ്ടമായതുകൊണ്ടോ ഷാനുക്ക് ഇഷ്ടമായതുകൊണ്ടല്ല. നമ്മൾ തെറ്റ് ചെയ്താൽ എല്ലാവരും തെറ്റാന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഈ നെവിനെ വേണ്ടിയിട്ട് ആദ്യം വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. നെവിൻ ഒരു എൻ്റർടൈനർ ആണ് എന്നും പറഞ്ഞ് വീഡിയോ ഇട്ട ഒരാളാണ്. പക്ഷെ നെവിൻ കാണിക്കുന്ന ചെറ്റത്തരത്തിന് നമ്മൾ എങ്ങനെയാണ് ഇതിന് കൂട്ടു നിൽക്കുക? പിന്നെ അതിന് പേരിട്ടൊരു വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പരസ്പരം യൂട്യൂബേഴ്സ് തമ്മിൽ ചെളിവാരി എറിയുന്നതിനോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റണില്ല കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും പിന്നെ ഇതിലൊരു ചന്ത പോലെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നില്ല. അട്ടഹാസത്തിൽ അലറിയൊക്കെ സംസാരിക്കുമ്പോൾ ജനങ്ങളെല്ലാം കൂടും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ ഇവർക്ക്. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്നെ സംസാരിച്ചൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അഡ്വക്കേറ്റിനെ സംസാരിക്കണമെന്നല്ല, ഞാൻ പണ്ടേ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കൊരു പോയിന്റ് തന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒച്ചത്തിലും സംസാരിക്കാം, നമുക്ക് അലറി സംസാരിക്കാം, ദേഷ്യപ്പെട്ട് സംസാരിക്കാം. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ അലറി സംസാരിക്കുമ്പോൾ നമ്മളേതോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതാവില്ല. നമ്മുടെ ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് താഴേക്കാണ് പോകുന്നത്. നമ്മൾ എല്ലാവരും പറയും എഡ്യൂക്കേഷൻ വിവരത്തിൻ്റെ അല്ലെങ്കിൽ കോമൺ സെൻസിൻ്റെ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുടെയൊക്കെ അടയാളമാണെന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ തെറ്റാണ്. നമ്മൾ വിവരം കൂടുന്തോറും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മുടെ വിവരത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്ന പ്രവണതയാണ് ഇപ്പോൾ. നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്തോറും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏതാണ്ട് സംഭവമാണ്, വലിയ ഗുണാണ്ടറാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് അറിവ് നേടുന്ന നമ്മൾ നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ്. അറിവ് നേടുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ വീണ്ടും പഠിക്കും. അത് 10 പേരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയണം, ഏത് രീതിയിലായാലും. ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഞാൻ LLB അല്ല, ഞാൻ LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ഞാൻ 10 പേർക്ക് ഒരു സഹായമാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് നടന്നാൽ എവിടെയാണ് എനിക്ക് വില? നാളെ ഞാൻ ചത്തുകൊണ്ട സ്ത്രീയാണ്, ഞാൻ നാളെ 6 അടി മണ്ണിൽ പുഴുവരിക്കേണ്ട സ്ത്രീയാണ് അല്ലേ? നമ്മളിതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? നമ്മളൊരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, ആ ജീവിതത്തിന് നമുക്കൊരു അർത്ഥമുണ്ട്, നമ്മളും ഇവിടെ ഒരു സിഗ്നേച്ചർ, നമ്മുടെ ഒരു കയ്യൊപ്പ് ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാ മനുഷ്യരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരുടെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് അങ്ങനെയാണ്.
തിങ്ക് ചെയ്യുന്നത് അല്ലേ. നമ്മളും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, നമുക്കും എന്തെങ്കിലുമൊക്കെ ആയി തീരണം എന്നുള്ള ആഗ്രഹമാണ്. ചിലവരാവും, ചിലവരാവില്ല. അതൊക്കെ ഈശ്വരൻ്റെ, ഞാനൊരു ദൈവവിശ്വാസിയും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയം കൂടിയാണ്. അപ്പോൾ ഏതെല്ലാ മതവിഭാഗക്കാരും ഓരോ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. നടന്നില്ല. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നു. എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ എൻ്റെ വീഡിയോ 100 പേരിലായിരിക്കും കാണുന്നത്. ഓക്കെ, അത് മതി. 100 പേരെങ്കിൽ 100 പേര് കണ്ടല്ലോ, ഒരു 10 പേര് എനിക്ക് ലൈക്ക് അടിച്ചല്ലോ എന്ന് അതുപോലെ സമാധാനമാണ്. നമ്മൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുവാണ്. അല്ലാണ്ട് ഒരു വലിച്ചു കീറി ഭയങ്കരമായിട്ട് അലറി അവരങ്ങനെയാണ്, ഞാൻ ആരാന്ന് നിനക്കറിയൂ, ഞാൻ മറ്റേതാണ്, ഞാൻ മറിച്ചേതാണ്, ഞാനിത് സംഭവമാണ്, നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിക്കുന്ന വീഡിയോസ് ഇടുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇനി വന്നതാണ്. അല്ല, വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈവിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇന്നലെ തന്നെ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം ലാലേട്ടൻ്റെ എപ്പിസോഡാണല്ലേ, ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കാണിക്കും. ഇന്നലത്തെ ആണല്ലോ നമ്മളെ ലൈവ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പിന്നെ നമ്മുടെ ഷാനുക്ക വരും. പുള്ളിയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആൾ നല്ല സേഫായിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ആൾ നന്നായിട്ടിരിക്കും. അപ്പോഴത്തെ എനിക്ക് തോന്നുന്നു അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നുണ്ടായ BP കൂടിയോ കുറയോ ഒക്കെ ചെയ്ത് കാണുമായിരിക്കും. അതിലായിരിക്കും BP ചിലപ്പോൾ കുറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും ഷിവറിങ് ഒക്കെ വന്നതെന്നാണ്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ BP പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചുപോയി രണ്ടുപേരും. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ ഞാനൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മയൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ അമ്മയൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസ് ഇപ്പം പിന്നെ നമ്മുടെ അനീഷേട്ടൻ പറയുന്ന പോലെ അച്ഛൻ ഇത്രയും വർഷമായിട്ട് അച്ഛന് സുഖമില്ല, ഞാൻ മെഡിസിൻ എടുത്തു കൊടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ സെയിമാണ് ഞാനും. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ പണ്ട് തൊട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മയൊക്കെ രോഗിയാണ്. അപ്പം മെഡിസിൻസ് ഇങ്ങനെ കഴിച്ച് നമ്മളത് കണ്ട് ശീലിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖമുള്ളവരെ കാണുമ്പോഴും ഒരു രോഗിയായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴും കുറച്ചുകൂടി അവരുടെ സഹാനുഭൂതിയും സ്നേഹവും തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ അടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിട്ട്, കാരണം അല്ലെങ്കിൽ പിന്നെ വീഡിയോ ലിങ്ക് ആകുമ്പോൾ എല്ലാവർക്കും കാണാനും ഇഷ്ടമില്ല. അപ്പോൾ യൂട്യൂബേഴ്സ് തമ്മിൽ അടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഷാനുക്കയോട് ചെയ്തത് മഹാ തെണ്ടിത്തരം, ചെറ്റത്തരം എന്നേ പറയാൻ പറ്റും. കാരണം ഫുഡ് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. പിന്നെ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ളത്, എന്തിനാണ് ഒരാളുടെ ഫുഡ് ഇപ്പോൾ 8 പേർക്കല്ല 9 പേർക്ക് കൂടിയുള്ള ഫുഡ് ഒരാൾ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യകതയില്ല. പ്രത്യേകിച്ച് ഹൗസ് ക്യാപ്റ്റന്മാർ ഇതെല്ലാം ഡീൽ ചെയ്ത് ഒരു വഴക്കോ വക്കാണോ ഇല്ലാതെ ഡീൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അപ്പോൾ അവർ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അനിമോൾക്കെതിരെയും കളിക്കണം. പിന്നെ അതിൻ്റെ രാവിലെ തൊട്ട് അനീഷേട്ടനെതിരെയും ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ്, നിവിൻ്റെ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജാണ് അനിമോളോടെതിരെയുള്ള. അതാണ് ഈ കണ്ടതും കേട്ടതും പ്രതിഫലിച്ചതും എല്ലാം. അതിനിടയ്ക്ക് നൂറ വന്നപ്പോൾ അത് കൂടുതൽ പുറത്തേക്ക് വന്ന് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിവിനെ നമുക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവരെ ചീത്ത വിളിക്കുന്ന ഒരു പ്രവണത ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നമുക്ക് കുറേ